റോഡ് SIT ഫോളോ അപ്പ്. ദേശീയപാത നിർമ്മാണത്തിനായി വേമ്പനാട്ട് കായലിൽ നിന്ന് കരാറുകാർ മണലെടുക്കുന്നത് സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ്. കൊണ്ടുപോകുന്ന മണലിന്റെ അളവ് സൂക്ഷിക്കണമെന്ന ജിയോളജി വകുപ്പിന്റെ നിർദ്ദേശം പാലിക്കുന്നില്ല. സർക്കാരിന്റെ ഈ ഉത്തരവ് കൊണ്ട് കോളടിച്ചത് ദേശീയപാത നിർമ്മിക്കുന്ന കരാർ കമ്പനി ഉപകരാർ കൊടുത്തവർക്കാണ്. റോഡിൽ മണ്ണ് നിറയ്ക്കാൻ പ്രത്യേക കരാറാണ്. ഈ ചുവന്ന മണ്ണിന് പകരമാണ് കായലിൽ നിന്ന് കൂറ്റൻ ഡ്രഡ്ജറുകൾ ഊറ്റിയെടുക്കുന്ന മണൽ ഉപയോഗിക്കുന്നത്. 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെയാണ് മണൽ യഥേഷ്ടം വാരാനുള്ള ഉത്തരവിറക്കിയത്. പേരിന് ചില നിർദ്ദേശങ്ങളുണ്ട്, പക്ഷേ അതൊന്നും നടപ്പാക്കുന്നില്ല. ഓരോ ദിവസവും നൂറുകണക്കിന് ലോഡുകൾ പോകുമ്പോൾ അത് ദേശീയപാത നിർമ്മാണത്തിന് തന്നെയാണ് എന്നുറപ്പിക്കണമെന്ന് നിർദ്ദേശത്തിലുണ്ട്. എന്നാൽ രാത്രികാലങ്ങളിലുള്ള മണൽ നീക്കം ആരും പരിശോധിക്കുന്നില്ല. ഈ കായലിൽ നടക്കുന്നത് വാസ്തവത്തിൽ ഇപ്പോൾ ഒരു മണലൂറ്റ ഈ ശുദ്ധീകരണ പ്രക്രിയ ആണെന്ന് തോന്നുന്നില്ല. അതിനേക്കാളേറെ കായലിൽ കുളം കുഴിക്കുന്ന ഒരു പരിപാടിയാണ്. എത്ര ലോഡ് കൊണ്ടുപോയി എന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിയും ജില്ലാ ജിയോളജി വിഭാഗവും കണക്ക് സൂക്ഷിക്കണമെന്നും ഉത്തരവിലെ നിർദ്ദേശത്തിലുണ്ട്. ആലപ്പുഴയിൽ മണലൂറ്റ് നടക്കുന്ന പ്രദേശത്ത് ഒരു ഉദ്യോഗസ്ഥനെ പോലും ഇതുവരെയും നാട്ടുകാർ കണ്ടില്ല. അതിനർത്ഥം കോടികൾ വിലയുള്ള നമ്മുടെ കായലിലെ മണൽ യഥേഷ്ടം പല വഴിക്കും ഒഴുകുന്നു എന്നാണ്. പൂർണ്ണമായി സൗജന്യമായി കൊടുക്കാൻ എന്തടിസ്ഥാനത്തിലാണ് സർക്കാർ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് എന്ന കാര്യം ആർക്കും അറിയില്ല. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.